ഹലോ, വെൽക്കം ടു അബീസ് ഫുഡ് ആൻഡ് ട്രാവൽ. കുറച്ച് നാൾ ഗ്യാപ്പായിപ്പോയി, ഏകദേശം ഒരു 20 ഡേയ്സൊക്കെ ആയിപ്പോയി. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ അറിയോ, ഒരു തമിഴ്നാട് സ്റ്റൈൽ മട്ടൻ കറി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ മട്ടൻ കറിയാണ്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു പ്രഷർ കുക്കർ വെച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണ് നമ്മൾ മട്ടൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള 2 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഇവിടെ ഞങ്ങൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അതിനകത്തൊട്ടേക്ക് ഒരു കഷ്ണം പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 2 പട്ടയുടെ ഇല, ഒരു സ്റ്റാർ, 4 കഷ്ണം ക്ലോവ്, പിന്നെ 2 ഏലക്കയും ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് നല്ല റോസ്റ്റ് ആയതിനു ശേഷം 2 സവോള ചെറുത് നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് വഴറ്റണം. അത് നമ്മൾ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം എന്നില്ല, ഒന്ന് കുക്കായാൽ മതി. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരച്ച പേസ്റ്റ് അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി അത് നീട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ സോൾട്ട്. അപ്പോൾ സോൾട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം കുക്കാം. അപ്പം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. 1 കിലോ കഴുകിയ മട്ടനാണ്. മട്ടൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മട്ടന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇടുന്നത്. അതിനുശേഷം 1/2 കപ്പ് വെള്ളം, 1/2 കപ്പ് വെള്ളം മതി. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി ഒത്തിരി വാട്ടറി ആയിട്ട് പോകും. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 തൊട്ട് 6 വിസിൽ വരുന്നവരെ മീഡിയം ഹീറ്റിൽ നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാം. മട്ടൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഒരു പാൻ എടുത്തിട്ട് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 2 സ്പൂണ് മുഴുവൻ മല്ലി, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരുംജീരകം, എരിവിന് ആവശ്യത്തിനായിട്ടുള്ള ഉണക്കമുളക് ഞാനിവിടെ 10 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു മണം പുറത്ത് നമുക്ക് വരും, അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്ക് മട്ടൻ കറിക്ക് വേണ്ട ഗരം മസാല ഉണ്ടാക്കാം. അതിനു വേണ്ടി 7 കഷ്ണം ക്ലോവ്, ഒരു ചെറിയ കഷ്ണം കൽപ്പാസി. ഇത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു മസാലയാണ്, കേരളത്തിൽ കിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. 2 കഷ്ണം ബേ ലീഫ്, 1 കഷ്ണം പട്ട, 1 കഷ്ണം ജാതിപത്രി, 2 ഏലക്ക. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മസാലയും കൂടെ നമുക്ക് ഒന്ന് മിക്സി ജാറിനകത്തിട്ട് ഒന്ന് പൗഡർ ഫോമിലോട്ടേക്ക് പൊടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അഥവാ പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ തേങ്ങ ഇട്ടിട്ടൊന്നും കൂടെ അരച്ചെടുക്കും. അപ്പോൾ തേങ്ങ ഒരു 1/2 കപ്പ്, അതായത് ഒരു അരമൂടിയുടെ ഒരു കുറച്ച് ഭാഗം. അതിനുശേഷം ഒരു 10-20 അല്ലെങ്കിൽ 25ഓളം വരുന്ന ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. കുക്കറിൽ വേവിച്ച മട്ടൻ ഇപ്പോൾ ഞാനൊരു വലിയൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. മട്ടൻ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മട്ടന് അരച്ച് വെച്ചിട്ടുള്ള മസാല അതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ മട്ടൻ വേവിക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്നു. മട്ടനിൽ നിന്നും ഇറങ്ങിയ വെള്ളമുണ്ട്. അപ്പം അത്രയും മതിയായിരിക്കും. നമുക്കൊരു ചാറിൻ്റെ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും ചാറ് പോലെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില,
അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഹാൻഡ്ഫുൾ മല്ലിയില നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് അവസാനമായിട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ അതൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി കറി താളിക്കാനായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം 5 ചെറിയ ഉള്ളി അതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരേ ഒരു സ്റ്റാർ, പിന്നെ ആവശ്യത്തിന് കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അത് താളിച്ച് നമ്മൾ കറിയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ സെൽവി അമ്മ പറഞ്ഞു തന്ന മട്ടൻ കറിയാണ്. ഭയങ്കര ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇഡ്ഡലി, ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഏതിൻ്റെ കൂടെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോംബോ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.